നമസ്കാരം. നമ്മുടെ സുനിച്ചേട്ടന്റെ സങ്കടം അങ്ങോട്ട് തീരുന്നില്ല. ഏത് സുനിച്ചേട്ടൻ എന്നല്ലേ? നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ 75,000 വോട്ടിന് തോറ്റ VS സുനിൽകുമാർ ചേട്ടന്റെ അദ്ദേഹം രഥം വരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേരളവർമ്മയുടെ അടുത്ത്. ഈ ജയിച്ച് അങ്ങനെ MP ആയിട്ട് തൃശ്ശൂരിൽ പര്യടനം നടത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലെ എല്ലാ ആൾക്കാരുടെയും മനസ്സറിയുന്ന ജനനായകൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് വലിയ സിനിമാറ്റിക് രീതിയിലുള്ള വീഡിയോകളൊക്കെ എടുത്ത് അതൊക്കെ ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. തൃശ്ശൂർ ഇടുക്ക്, തൃശ്ശൂർ എടുക്കണൂത്ര എന്നൊക്കെ പറഞ്ഞ് പുച്ഛഭാവത്തോട് കൂടിയിട്ടൊക്കെ സംസാരിച്ചിരുന്ന സുനിച്ചേട്ടൻ അദ്ദേഹം ആ തോൽവിയുടെ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഇതുവരേക്കും കരകയറിയിട്ടില്ല. അതുകൊണ്ട് പിച്ചും പേയും പറയുന്ന കണക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ സുനിച്ചേട്ടനും ഇടതുപക്ഷവും CPM-ഉം CPI ഒക്കെ കൂടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് MR അജിത് കുമാർ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP-യും സുരേഷ് ഗോപിയും കട്ടച്ചങ്കുകളാണ്. ഇവരുടെ കൂട്ടത്തിൽ RSS-ഉം BJP-കാരും കൂടി ചേർന്ന് ഈ പൂരം കലക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് MR അജിത് കുമാറിനെ കരുവാക്കി. MR അജിത് കുമാർ പേഴ്സണലി അതിൽ ഇടപെടുകയും പൂരം കലക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കണം. അതിനിപ്പോ DGP-യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്വേഷണം വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റിപ്പോർട്ടായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ശിവശങ്കരന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അത് വ്യക്തിപരമായിട്ട് MR അജിത് കുമാർ ചെയ്ത പരിപാടി. ഇതാണ് വരാൻ പോകുന്ന റിപ്പോർട്ട്. അതോടുകൂടി തൃശൂർ പൂരം കലക്കിയ പാപഭാരം കൂടെ സുരേഷ് ഗോപിയുടെയും BJP-യുടെയും RSS-ന്റെയും ചുമലിലേക്ക് പതുക്കെ തട്ടാം. അതിലേറ്റവും രസം, ഈ പൂരം നടന്ന ദിവസത്തില് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ദിവസത്തിന്റെ രാത്രി 3:30 മണിക്ക് റിലീസായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ കുത്തിപ്പൊക്കിയിട്ട് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നു. എങ്ങനെ വന്നു? തിരുവമ്പാടിക്കാരായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി തൃശ്ശൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ്. പൂങ്കുന്നത്ത് മത്സരിച്ചിട്ടുള്ള ആളാണ്. ഗിരീഷ് കുമാർ മുരളീധരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അടക്കമുള്ള ആളാണ്. അയാള് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി എന്നൊക്കെയാണ് ഇപ്പൊ പുതിയ സൃഷ്ടികൾ. അതെന്തോ ആയിക്കോട്ടെ, രസകരമായിട്ടുള്ള നാരേറ്റീവ്സ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സുനിൽകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണിയും മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ കൊയ്തത്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം കണക്ക് സഹിതം ഞാൻ പറഞ്ഞുതരാം. അന്തിക്കാടുകാരനാണ് സുനിൽകുമാർ. തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ് താന്യം. ഏറ്റവും വലിയ ഇടതുപക്ഷത്തിന്റെ കോട്ടകളായിട്ട് കണക്കാക്കുന്ന 2 പഞ്ചായത്തുകളാണ് ഇതൊക്കെ. ഇതിനു മുമ്പ് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രാജാജി മാത്യു തോമസിന് കിട്ടിയതിനേക്കാളും ഏതാണ്ട് 5,000 വോട്ടിന്റെ ഷിഫ്റ്റ് ഇത്തവണ സുനിൽകുമാറിന്റെ കേസിലുണ്ടായി. ഞാൻ കൃത്യമായിട്ടുള്ള കണക്ക് പറയാം. 15 വാർഡുള്ള അന്തിക്കാട് പഞ്ചായത്തിൽ 13 വിജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്. അവിടെ ഭരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ സർക്കാരാണ്, അതായത് പഞ്ചായത്ത്. താന്യത്ത് വന്നാൽ 18 വാർഡാണ്. അതിൽ 16 വിജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്, ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ കോട്ട കുത്തകയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് അന്തിക്കാട്. ഇനി നോക്കൂ, ഈ അന്തിക്കാട് പഞ്ചായത്തില് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസിന് സുരേഷ് ഗോപിയെക്കാളും 1900 അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. താന്യം പഞ്ചായത്തില് സുരേഷ് ഗോപിയെക്കാളും ഏതാണ്ട് 2500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രാജാജി മാത്യു തോമസിന്. ഇത്തവണ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ താന്യം പഞ്ചായത്തിൽ ഏതാണ്ട് 500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്കും അന്തിക്കാട് പഞ്ചായത്തിൽ ഏതാണ്ട് 370 വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് കിട്ടി. അപ്പോ കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസിന് നൽകിയ പിന്തുണ പോലും സ്വന്തം നാട്ടുകാരനായ ജനഹൃദയത്തിൽ താമസിക്കുന്ന ജനനായകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ശ്രീമാൻ സുനിൽകുമാറിന് ജനിച്ചു വളർന്ന അന്തിക്കാട് നിന്നും താന്യത്ത് നിന്ന് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഫാക്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സുനിൽകുമാറിന് എങ്ങനെയാണ് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഇത്രയും അധികം വോട്ട് കിട്ടുക? അദ്ദേഹം ജയിക്കുമെന്നും MP ആവും എന്നൊക്കെ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ ദിവാസ്വപ്നമായിരുന്നു. അത് നടന്നില്ല എന്ന് കാണുമ്പോൾ ആ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യണം, നന്നായി പ്രവർത്തിക്കണം, അടുത്ത തവണ ജയിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ ഇത്തരത്തിൽ ഇങ്ങനെ വിടുവായിത്തരം വിളിച്ചു പറഞ്ഞ് പുലമ്പി നടന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ തൃശൂർ പൂരം കലക്കാൻ BJP-ക്കാർ ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, അത് പോലീസിനെ കൊണ്ട് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ചോദ്യങ്ങൾ ഈ BJP-ക്കാർ അത് കൊളാക്കാൻ നടത്തിയ പരിപാടികൾ ജനത്തിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുക എന്നുള്ളതാണ്. എന്നിട്ട് കേരളം ഭരിക്കുന്ന നിങ്ങളുടെ സമുന്നതനായിട്ടുള്ള നേതാവുണ്ടല്ലോ ശ്രീമാൻ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നെഞ്ചും വിരിച്ച് ഒരു നല്ല തൃശൂർക്കാരനായിട്ട് ചോദിക്കണം, ഞങ്ങളുടെ പൂരം കലക്കാൻ നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത് എന്ന് എനിക്കറിയണമെന്ന്. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ശ്രീമാൻ സുനിൽകുമാർ ഞാനും വരാം നിങ്ങളുടെ കൂടെ ഒരു തൃശൂർക്കാരനായിട്ട്. അതില്ലാതെ അദ്ദേഹത്തെ കാണുമ്പോൾ പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ പോലും മുണ്ടിൽ മൂത്രം ഒഴിക്കുന്ന നിങ്ങളൊന്നും തൽക്കാലം വേറെ പരിപാടിക്ക് പോകണ്ട എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭിപ്രായം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രീമാൻ സുനിൽകുമാർ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിലൊന്ന് സഞ്ചരിച്ചിട്ടുണ്ടോ? ഭയങ്കര രസമാണ്. കുതിരപ്പുറത്ത് പോകുന്ന പോലെ റോട്ടിൽ കൂടെ പോകുന്നത്. 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള റോട്ടിൽ 16
16 കിലോമീറ്ററിന്റെ പണിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ദിവസം 7 കിലോമീറ്റർ അഡീഷണൽ ട്രാവൽ ചെയ്തിട്ടാണ് പല ബസ്സുകളും മറ്റേ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത്. കടക്കാർ എത്ര പേര് അടച്ചുപോയി നിങ്ങൾക്ക് അറിയാമോ? ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട് 3 വർഷമായി. 16 കിലോമീറ്ററിന്റെ പണി കഴിക്കാൻ എടുത്തത് 3 വർഷമാണ്. ഇനി 25 കിലോമീറ്റർ ബാക്കിയുണ്ട്. ആര് വോട്ട് ചെയ്യും നിങ്ങൾക്ക് എന്നാ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? നിങ്ങളുടെ അടിമ മനസ്സുള്ള കുറെ ആൾക്കാർ നാട്ടിലുള്ളവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അത് വിട്ടിട്ട് ഈ കുറച്ച് സ്വബോധത്തോട് കൂടിയിട്ട് പെരുമാറുന്ന ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. അത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടാണ്. നിങ്ങളുടെ അന്തിക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ 4 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന്റെ ഇടയിൽ പേപ്പറിൽ വന്ന 2 വാർത്ത ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 4.5 വർഷമായിട്ട് കത്താത്ത ഹൈമാസ് ലൈറ്റ് അന്തിക്കാട് സെന്ററിൽ. അതുപോലെ തന്നെ വന്നേരിമുക്ക്, താങ്കളുടെ സുനിൽകുമാറിന്റെ വീടിരിക്കുന്ന വന്നേരിമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ റോഡിലെ വലിയ കുഴിയിൽ വീണ് കയ്യും കാലും ഒടിഞ്ഞ ഒരു ചേട്ടനെയും സ്കൂട്ടറിൽ നിന്ന് വീണ് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയ ഒരു ചേച്ചിയെയും കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്ന വലിയ സമരം അവിടെ നടക്കുന്നുണ്ട് അന്തിക്കാട്. അപ്പോൾ സ്വന്തം വീടിന്റെ ഉമ്മറത്തെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോണ റോഡ് ഇപ്പോഴും ടാർഡല്ല കേട്ടോ, അത് വേറെ കാര്യം, ആ റോഡ് നേരെയാക്കാനോ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് നേരെയാക്കാനോ CPIയുടെ ഓഫീസിന്റെ ഡെഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റേ പാലിയേറ്റീവ് ഭവൻ ഒന്ന് ഓപ്പൺ ചെയ്യാനോ അവിടെ കാട് കയറി കിടക്കുന്ന അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് പ്രവർത്തന സജ്ജമാക്കാനോ KP പ്രഭാകരന്റെ പേരിലുള്ള, KP രാജേന്ദ്രന്റെ അച്ഛനായിട്ടുള്ള KP പ്രഭാകരന്റെ പേരിലുള്ള ആശുപത്രിയിലെ മുഴുവൻ സമയ ഡോക്ടറെയും ചികിത്സയും ഒരുക്കാനോ ഒരു കമ്മ്യൂണിറ്റി ഹാള് പണിയാനോ ഒരു വയോജനങ്ങളുടെ പൂട്ടിക്കിടക്കുന്ന ഒരു എന്താ പറയുക പകൽ വീട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാനോ പാതി വഴിയിൽ നിലച്ച വെറുതെ കാലിൽ മാത്രം നിൽക്കുന്ന ടർഫിന്റെ പണി തീർക്കാനോ ഒന്നും സാധിക്കാത്ത താങ്കള് എങ്ങനെയാണ് ഒരു വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നത്? അപ്പോൾ താങ്കൾക്ക് എന്താണോ അർഹതയുള്ളത് അത് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചത് താങ്കളുടെ തെറ്റാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ അത് ഇവിടെ കിടന്ന് ഇങ്ങനെ തീർക്കുന്നതിന് അതിനേക്കാളൊക്കെ ബുദ്ധി നമുക്ക് പോവാം തിരുവനന്തപുരത്തേക്ക്. ഒരു അസൽ തൃശ്ശൂർക്കാരായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കാം, എന്ത് കൊള്ളരുതാത്തരമാണ് ഞങ്ങളുടെ പൂരം കലക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തത് എന്നുള്ളത്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സെൻസ് ഉണ്ടായിരിക്കും. അതല്ലാതെ 20-ാം തീയതി ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ വീഡിയോ ഇന്ന് പൊക്കി പിടിച്ച് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, ആംബുലൻസിൽ വന്നു, സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത് ആ ഒരു തോൽവിയുടെ ഫ്രസ്ട്രേഷൻ മാത്രമായിട്ടാണ് നമുക്കൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ താങ്കൾ ഒന്ന് കൂളാവണം. നമുക്ക് തിരുവനന്തപുരത്ത് പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അറിയിക്കണം. നന്ദി, നമസ്കാരം.